ഹലോ, ഞാനേ തിരിച്ച് ലിയോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ അവൾ എൻ്റെ പിറകെ തന്നെ ഉണ്ട്. ഈ കലാത്തിയെ ഞാൻ ഷെയ്ഡിലാട്ടോ വച്ചേക്കുന്നത്. എന്നിട്ടും എവിടെന്നോ വെച്ചിട്ട് വെയിലടിച്ച് ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. എനിക്കില്ലേ ഈ ഇല കാണുമ്പോഴേ നമ്മൾ ഈ തണ്ണിമത്തങ്ങ മുറിച്ച് വെച്ചേക്കൂലേ, അതേപോലെ ആട്ടോ എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഈ ചെടി ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നു. അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു വികാരം ഇല്ലാതെ അതേപോലെ ഈ ചെടി നിൽപ്പുണ്ട്. ഒരു മാറ്റവും ഇല്ല. ഒരാഴ്ച ഞാനിവിടെ ഇല്ലാതിരുന്നതേ ഉള്ളൂ. ഈ ചെടി നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഒരു തുളസിയും പൊടിച്ച് ഇപ്പുണ്ട്, ഒരു ശംഖുപുഷ്പത്തിന്റെ തയ്യം പൊടിച്ച് ഇപ്പുണ്ട്. 3 ഹാങ്ങിങ് പ്ലാന്റ്സിനെ ആട്ടോ ഞാൻ ഇങ്ങനെ നട്ടേക്കുന്നത്. മറ്റേ ചെടിക്ക് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഇലയ്ക്കും ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇലയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ജീവനില്ലാത്ത റോസാപ്പൂ ഇങ്ങനെ നിൽക്കുക കേട്ടോ, വിരിയണോ വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മൂസമ്പി ആട്ടോ. ഇതിൽ ഇത്തവണ അത്യാവശ്യം നല്ലോണം കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിവിടെ ആരും ഉപയോഗിക്കത്തില്ല, ചുമ്മാ ഇങ്ങനെ വളർത്തി വെച്ചേക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നോക്കി നിന്നപ്പോഴേ ഇത് മതിലെ 2 മൂസമ്പി അങ്ങനെ ഇരിക്കുക. ആരൊക്കെ പണിമുടക്കിയാലും നമ്മുടെ കാൻ എപ്പോഴും ഓൺ ആട്ടോ. വൈകിട്ട് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയപ്പോഴേ അവിടുത്തെ ഞാവൽപ്പഴമൊക്കെ ഏകദേശം പഴുക്കാറായി നിപ്പുണ്ട്. ഇത് ഞാൻ കൈകൊണ്ട് എത്തി പറിച്ചതാട്ടോ. കുറെയൊക്കെ എത്തുന്ന രീതി നിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാനങ്ങ് പറിച്ചെടുത്തു. ഇത് ആദ്യമായിട്ടാട്ടോ ഇത്രയും താഴ്ന്നൊക്കെ കായ്ക്കുന്നത്. ചിലതൊന്നും അത്ര വലുതായിട്ട് പഴുത്തില്ലെങ്കിലും പഴുത്തതിനൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെയൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ, കാരണം എനിക്ക് ഞാറക്കിയാ വലുത്. അത് നോക്കി നടന്നപ്പോഴാട്ടോ അടുത്തൊരു സാധനം എന്റെ കണ്ണി പതിഞ്ഞത്. ഇത് കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. 1 2 ഒക്കെ ഉള്ളൂ അവിടെ ഇവിടെ ആയിട്ട്. ഉണ്ടായ 2 എണ്ണത്തിന് ഞാൻ അങ്ങ് എടുത്തു. കുറച്ച് നാവൽപ്പഴവും അരിനെല്ലിക്കൊക്കെ കിട്ടിയപ്പോഴേ ഞാൻ അങ്ങ് കൃതാർത്ഥയായി. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഇക്കാലത്ത് കിട്ടാൻ കുറച്ച് പാടാ. എവിടെ പോയാലും ഇങ്ങനെ ആരെയിലൊക്കെ എനിക്ക് കൂട്ടുകിട്ടും കേട്ടോ. എന്നാ ശരി, ബൈ.